അപ്പോഴേ ഞങ്ങൾ ചിറ്റാമ്മയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചിറ്റാമ്മ പറഞ്ഞത് കപ്പയുടെ ഇലയൊക്കെ പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്, കപ്പ റെഡിയായോ എന്നറിയില്ല, കുഞ്ഞതായിട്ട് നേർത്ത കമ്പാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും പോവുകയാണ്. ഒന്ന് വെട്ടി നോക്കട്ടെ അതിലെന്തെങ്കിലും ഉണ്ടാവുമെന്ന്. അപ്പം നിങ്ങളും കൂടെ വായോ. എന്തായാലും കപ്പ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഈ മലയാളികൾ ആരും കാണത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ എന്തായാലും കപ്പയെന്ന് കേട്ടപ്പോഴത്തേക്ക് ഓടിപ്പോയ മരത്തിന്റെ ചോടൊന്ന് തോണ്ടി നോക്കി. നമ്മളെ പറ്റിക്കാണോന്ന് അറിയണമല്ലോ, കാരണം ഒരു കുഞ്ഞു കമ്പാ നിൽക്കുന്ന നേർത്ത കമ്പ്. എന്തായാലും തോണ്ടി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കാണുന്നുണ്ടായിരുന്നു കപ്പ. പിന്നെ വാട്സൺ വേഗം തന്നെ അത് പിച്ചെടുത്തപ്പോഴത്തേക്ക് ഇതേ ഇത്രയേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും രണ്ട് മൂട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വാട്സൺ ഇരുന്ന് ഒരെണ്ണമൊക്കെ വെട്ടിയെടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരെണ്ണം ഞാൻ വെട്ടാന്ന് പറഞ്ഞൊക്കെ മേടിച്ച് വെട്ടുന്നുണ്ട്. പക്ഷെ എന്റെ വെട്ടൽ കണ്ടിട്ട് ചിറ്റപ്പന് തന്നെ സഹിച്ചില്ലാന്ന് തോന്നുന്നു. ചിറ്റപ്പൻ എന്റെ അങ്ങ് മേടിച്ചിട്ട് അത് പയ്യെ അങ്ങ് പൊട്ടിച്ചങ്ങ് എടുത്തു. പിന്നെ എനിക്ക് ചിരി വന്ന് സഹിക്കാനേ വയ്യായിരുന്നു. അപ്പൊ നമ്മള് എടുത്തപ്പോഴത്തേക്ക് കിട്ടിയതാണ്. ഇതും ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഈ സൈസൊക്കെയാണ് കിട്ടിയേക്കുന്നത്. കുഞ്ഞിതായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഇല പൊഴിയുന്നോണ്ട് മാത്രമാണ് നമ്മളൊന്ന് വെട്ടിയെടുത്തത്. എന്തായാലും നമുക്കത് ചെയ്യാം, ഇത്രയും മതിയല്ലോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന മട്ടില് അങ്ങോട്ടത് പുഴുങ്ങിയെടുത്ത് പുളിയും മുളകൊക്കെ അങ്ങോട്ട് ഞൗടി എല്ലാവരും കൂടി അങ്ങോട്ട് പിടിയങ്ങ് പിടിച്ചു. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.